വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പൈപ്പിൽ നമ്മൾ എങ്ങനെ ഫാമിലി ഇൻസെർട്ട് ചെയ്യും ഡൈനാമോ ഉപയോഗിച്ച്. ഇതാണ് നമ്മുടെ ടാസ്ക്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പൈപ്പാണ്. ഈ പൈപ്പിൽ നമ്മൾ ഹാങ്ങർ ഇടുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ് തയ്യാറാക്കുന്നത്. ഹാങ്ങർ ഇത് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു കുറച്ച് ലോജിക്കും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സ്ക്രിപ്റ്റാണ് അത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഡൈനാമോയിൽ നമ്മൾ പൈപ്പ് സെലക്ട് ചെയ്യണം. പൈപ്പ് സെലക്ട് ചെയ്യാനായിട്ട് ഉള്ള നോഡ് നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുപോലെ റിവിറ്റിൽ സെലക്ഷനിൽ സെലക്ട് മോഡൽ എലമെൻറ്റ് സെലക്ട് കൊടുക്കുന്നു. മിനിമൈസ് ചെയ്ത് പൈപ്പ് സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പൈപ്പ് സെലക്ട് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കർവ് കിട്ടണം. കർവ് കിട്ടാനായിട്ട് എന്താ ചെയ്യാം? കർവ് കിട്ടാനായിട്ട് റിവിറ്റിൽ തന്നെ എലമെൻസിൽ വീണ്ടും ഒരു എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സബ് ഫോൾഡർ കാണും. എലമെൻറ്റ് ഇതിൽ ഗെറ്റ് ലൊക്കേഷൻ. അപ്പോൾ ഇത് എലമെൻറ്റ് ടു എലമെൻറ്റ് കണക്ട് ചെയ്ത് റൺ ആകുമ്പോൾ ഇവിടെ ഒരു പൈപ്പ് വന്നിട്ടുണ്ട്. പൈപ്പ് കിട്ടി. ഇനി ഇതിൽ നിന്ന് ഇത് ഈ ഗെറ്റ് ലൊക്കേഷനിൽ നമുക്ക് സ്റ്റാർട്ട് പോയിന്റ് ഉണ്ട്, എൻഡ് പോയിന്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഡയറക്ഷൻ ഉണ്ട്, പിന്നെ ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ഒരു സ്റ്റാർട്ട് പോയിന്റിൽ ഒരു ഫാമിലി ഇടാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ട് പോയിന്റ് നമ്മൾ റിട്രീവ് ചെയ്തെടുക്കണം. അതിന് ഇതിൽ തന്നെ റിവിറ്റിൽ എലമെൻസിൽ വീണ്ടും എലമെൻറ്റിൽ താഴേക്ക് വരുമ്പോൾ ഒരു തെറ്റിപ്പോയി. ഇതിലല്ല, ജോമെട്രിയിൽ കർവ്സിൽ കർവ് ഇതിൽ സ്റ്റാർട്ട് പോയിന്റ് പറഞ്ഞോളൂ. വയ്ക്കുന്നു. ജോമെട്രി ടു കർവ് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു പോയിന്റ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇനി നമുക്ക് വേണ്ടത് ഫാമിലി പ്ലേസ് ചെയ്യാനുള്ള നോഡാണ്. വീട്ടിൽ എലമെൻറ്റ്സ് താഴെ വന്നു കഴിഞ്ഞാൽ ഫാമിലി ഇൻസ്റ്റൻസ് ഇവിടെ ബൈ കോർഡിനേറ്റ്. ബൈ കോർഡിനേറ്റ്സിൽ ഇവിടെ എക്സും വൈയും സെറ്റും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ അതല്ല നമ്മൾ വെക്കാൻ പോകുന്നത്. ബൈ പോയിന്റ് ആൻഡ് ലെവൽ ഈ നോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫാമിലി വെക്കാൻ പോകുന്നത്. ഇതിലിപ്പോൾ പോയിന്റ് കിട്ടി, പോയിന്റ് ടു പോയിന്റ് കണക്ട് ചെയ്തു. ഇനി ലെവൽ എങ്ങനെ കിട്ടും? ലെവലിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലെവൽ സെലക്ഷൻ, ഇതിൽ നമുക്ക് ഏത് ലെവലാണോ വെക്കേണ്ടത് അത് നമ്മൾ ഡ്രോപ്പ് മെനുവിൽ നിന്ന് സെലക്ട് ചെയ്യുക, ലെവൽ ടു ലെവൽ കണക്ട് ചെയ്യാം. ഇനി ഫാമിലി ടൈപ്പ് കിട്ടാനുള്ള നോഡാണ്. വീണ്ടും നമ്മൾ റിവിറ്റിൽ സെലക്ഷനിൽ പോകുന്നു. സെലക്ഷനിൽ ഫാമിലി ടൈപ്സിൽ ഏത് ഫാമിലിയാണ് നമുക്ക് വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാനിപ്പോൾ ഒരു റിംഗ് എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ് നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. റിംഗ് നമ്മൾ ഫാമിലി കിട്ടി. ഇപ്പം ഞാനൊന്ന് മിനിമൈസ് ചെയ്യാൻ പോകണം. സ്റ്റാർട്ട് പോയിന്റ് ഇപ്പോൾ കാണാൻ പറ്റും. നമ്മൾ ഫാമിലി ടൈപ്പ് കൊടുത്ത് ഫാമിലി ടൈപ്പിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി ഒരു ഫാമിലി പ്ലേസ് ആവുന്നതായിരിക്കും. ഇതുണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫാമിലി പ്ലേസ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു ഡൈനാമോ വെർഷൻ ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എൻ പോയിന്റിലും കൂടി ഒരു ക്രിയേറ്റ് ചെയ്യണം. പ്ലേസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വീണ്ടും കർവിൽ പോവാം. ജോമെട്രിയിൽ കർവിൽ വീണ്ടും കർവ്, അതിൽ താഴെ എൻ പോയിന്റ് നോഡ് കിട്ടും. എൻ പോയിന്റ്. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ പോയിന്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിനൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ലിസ്റ്റ് ഡോട്ട് ജോയിൻ. ഈ നോഡ് വയ്ക്കുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു പ്ലസ് കൊടുത്ത് നമുക്ക് എത്ര ഇത് വേണമെങ്കിലും ആഡ് ചെയ്യാം. മൈനസ് നമുക്കിപ്പോൾ 2 പോയിന്റ് നമുക്ക് ഒരു ലിസ്റ്റ് ആക്കാനുള്ളത്. അപ്പോൾ എൻഡ് പോയിന്റും സ്റ്റാർട്ട് പോയിന്റും നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ ജോമെട്രിയിൽ നിന്ന് ഈ കർവിലേക്ക് കൊടുത്തു. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും നമ്മൾ ഓരോ പോയിന്റ് ക്രിയേറ്റ് ആയി. ഈ ലിസ്റ്റ് എടുത്തിട്ട് നമ്മൾ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ സ്റ്റാർട്ട് പോയിന്റിൽ ഫാമിലി ഇൻസെർട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻഡ് പോയിന്റിൽ ഫാമിലി ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു നോഡ് പരിചയപ്പെടാം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസിൽ നമുക്ക് ഫാമിലി ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ അത് ചെയ്യാൻ പറ്റും, അതിനുള്ളൊരു നോഡാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും ഇത് ഞാൻ മിനിമൈസ് ചെയ്യണം. ഇതൊക്കെ ഈ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഓട്ടോമാറ്റിക്കുമായിട്ട് ഞാൻ മാനുവൽ മോഡിലേക്ക് ഇടാണ്. ഇനി ഇത് മാറ്റി വയ്ക്കുന്നു. ഈ 3 നോഡുകളും ഞാനൊന്ന് തൽക്കാലത്തേക്ക് ഒന്ന് താഴത്തേക്ക് വയ്ക്കണം. ഇനി നമുക്ക് ജോമെട്രിയിൽ കർവ്സ്, വീണ്ടും കർവിൽ പോകുന്നു. ഇതിൽ തന്നെ വീണ്ടും കർവ് താഴേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നോഡ് കാണാൻ പറ്റും. പോയിന്റ് അറ്റ് സെഗ്മെന്റ് ലെങ്ത് ഫ്രം പോയിന്റ്, ഈ നോഡ് വയ്ക്കുന്നു. ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ റിട്ടേൺസ് പോയിന്റ് സ്പെസിഫൈഡ് ഈക്വലി അലോങ് ദ കർവ് അറ്റ് ഗിവൺ സെഗ്മെന്റ് ലെങ്ത് ആൻഡ് സ്റ്റാർട്ടിങ് ഫ്രം ദി ഗിവൺ പോയിന്റ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഒരു പെർട്ടിക്കുലർ ലെങ്ത്തിലേക്ക് സെഗ്മെന്റ് ലെങ്ത്തിലേക്ക് നമ്മൾ പോയിന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കർവ് നമുക്കറിയാം, ജോമെട്രി കർവ് നമ്മൾ കണക്ട് ചെയ്തു. ഇനി സ്റ്റാർട്ട് പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് ഇടണം. ആ പോയിന്റ് ഏത് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മളിപ്പോൾ സ്റ്റാർട്ട് പോയിന്റിൽ നിന്ന് കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ, അതായത് ഈ പോയിന്റിൽ നിന്നാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ട് പോയിന്റിൽ നിന്നാണ് നമുക്ക് മെഷർ ചെയ്ത് തുടങ്ങേണ്ടത്. അതിനാണ് ആ പോയിന്റ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിന്റ് സ്റ്റാർട്ട് പോയിന്റ് കൊടുക്കും. ഇനി സെഗ്മെന്റ് ലെങ്ത് നമുക്കിപ്പോൾ ഒരു 4 അടി. പൈപ്പിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് 28 അടി ഉണ്ട്. നമ്മളൊരു 8 അടിയിൽ വെച്ചിട്ട് ആണ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ നോഡ് വയ്ക്കണം. നമ്പർ, ബേസിക് നമ്പർ ഇൻപുട്ട്. ഇതിൽ നമ്മളിപ്പോൾ 8 അടി ആയതുകൊണ്ട് 8 എന്ന് ടൈപ്പ് ചെയ്യണം. ഈ സെഗ്മെന്റ് ലെങ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ 3 പോയിന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി പോയിന്റ് ടു പോയിന്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫാമിലി ഇൻസെർട്ട് ആയിട്ടുണ്ടാവും. നമ്മൾ റൺ ചെയ്തില്ല, അതുകൊണ്ടാണ് വരാഞ്ഞത്. റൺ കൊടുക്കുന്നു. 3 ഫാമിലി ഇൻസെർട്ട് ആയി. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ് സ്റ്റാർട്ട് പോയിന്റിലത്തെയും എൻഡ് പോയിന്റിലത്തെയും ഫാമിലി പോയി. നമുക്ക് വീണ്ടും വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളൊരു ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. പോയിന്റ് ഓഫ് ലിസ്റ്റ്, ഇത് സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യും? ഇപ്പോൾ 3 പോയിന്റുകളുണ്ട്. ലിസ്റ്റ് 1, പിന്നെ എൻഡ് പോയിന്റ്. ഇനി നമ്മൾ ഈ ലിസ്റ്റ് ഇനിയിപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഇത് ഫ്രീസ് ചെയ്തേക്കുക. എന്നിട്ട് റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ 5 പോയിന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതെടുത്ത് നമ്മൾ ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അൺഫ്രീസ് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, അൺഫ്രീസ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഫ്രീസിനുള്ള മെനു കിട്ടും. അൺഫ്രീസ് ചെയ്യുന്നു, അൺടിക്ക് ചെയ്ത് ഇനി റൺ ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നോക്കി കഴിഞ്ഞാൽ 2 സൈഡിലും ഫാമിലി ഇൻസെർട്ട് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. അതിന് വേറൊരു നോഡ് വയ്ക്കുക. ആ നോഡ് വീണ്ടും നമ്മൾ ജോമെട്രി പോകുന്നു, കർവ്സിൽ പോകുന്നു. കർവിൽ വീണ്ടും കർവ്. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ
ഇതാ പോയിന്റ്സ് അറ്റ് ഈക്വൽ സെഗ്മെന്റ് ലെങ്ത്. അപ്പോൾ ഇവിടെ നമ്മൾ കർവും ഇതൊക്കെ നമ്മൾ ഇതിന് പകരം നമ്മൾ കർവ് സെറ്റ് പോയിന്റ് ഈക്വൽ സെഗ്മെന്റ് ലെങ്ത് കണക്ട് ചെയ്യണം. അപ്പോൾ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യണം? 8 ആയിട്ട് ഇപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഡിവിഷൻസ് 8 ഡിവിഷൻസ് ആയിട്ട്. പിന്നെ കർവ് നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഇനി നമ്മൾ ഇതാണ് കണക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ 9 പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 9 പോയിന്റിൽ നമ്മൾ ഡിവൈഡ് ആവും. ഇതിപ്പോൾ ഈക്വലായിട്ട് ഡിവൈഡ് ആയി. 1 2 3 4 5 6 7 8 ഈക്വലായിട്ട് ഡിവൈഡ് ആയി. എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് പോയിന്റിലും എൻഡ് പോയിന്റിലും ഫാമിലി ഇൻസെർട്ട് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്തു. സ്റ്റാർട്ട് പോയിന്റിലത്തെയും എൻഡ് പോയിന്റിലത്തെയും നമ്മളൊരു പോയിന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അതിനെ നമ്മൾ ജോയിൻ ചെയ്ത് ഒരു ഫുൾ ലിസ്റ്റ് ഉണ്ടാക്കി പോയിന്റുകളുടെ. അത് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ടിലും എൻഡിലും നമുക്ക് ഫാമിലി ഇൻസെർട്ട് ആയി. ഇതേപോലെയാണ് നമ്മൾ ഒരു പൈപ്പിനുള്ള സപ്പോർട്ട് ഇടാനുള്ള ഒരു ഡൈനാമോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതുപോലെയാണ്. നമ്മളിതിൻ്റെ 3D വ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാലും ഉണ്ടോ, ഇതിനിപ്പോൾ ഒരു റോഡ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ സപ്പോർട്ടായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ്, ഡൈനാമോ സാമ്പിൾസിൻ്റെ കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.